ഇന്ധന ഇറക്കുമതിയുടെ കഠിന ഭാരത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ പുതിയ നയങ്ങൾക്ക് കഴിയുമോ? ഇതിനായി പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ സാമ്പത്തിക ലാഭത്തോടെ കോൾ ഗ്യാസിഫിക്കേഷൻ നടത്താൻ ഇന്ത്യക്കാവുമോ? അതോ ഇത് മറ്റൊരു വലിയ പാരിസ്ഥിതിക ദുരന്തമാവുമോ? മലബാർ ബിസിനസ് ജേണലിന്റെ ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ് പരിശോധിക്കുന്നു. കൽക്കരിയുടെ ഉപയോഗം ലോകം കുറച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. കൽക്കരി മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമോ? വൈദ്യുതി നിലയങ്ങളിൽ കത്തിക്കുക മാത്രമല്ല, അതിനെ വാതകമാക്കി മാറ്റുക, എന്നിട്ട് ആ വാതകത്തിൽ നിന്ന് വളങ്ങൾ, രാസവസ്തുക്കൾ, മെത്തനോൾ, സിന്തറ്റിക് നാച്ചുറൽ ഗ്യാസ്, മറ്റ് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുക. കോൾ ഗ്യാസിഫിക്കേഷൻ അഥവാ കൽക്കരി വാതകവൽക്കരണത്തിലേക്കുള്ള ഇന്ത്യയുടെ നയപരമായ നീക്കമാണിത്. കോൾ ഗ്യാസിഫിക്കേഷൻ എന്നത് കൽക്കരി വെറുതെ കത്തിക്കുന്നത് പോലെയല്ല. ഈ പ്രക്രിയയിലൂടെ കൽക്കരിയോ ലിഗ്നൈറ്റോ സിന്തസിസ് ഗ്യാസ് അഥവാ സിൻഗ്യാസ് ആയി മാറ്റപ്പെടുന്നു. ഈ സിൻഗ്യാസിൽ നിന്ന് അമോണിയ, മെത്തനോൾ, സിന്തറ്റിക് നാച്ചുറൽ ഗ്യാസ്, അമോണിയം നൈട്രേറ്റ്, വളങ്ങൾ, രാസ അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഉൽപ്പാദിപ്പിക്കാനാകും. ഇതിന് പിന്നിലെ നയം വ്യക്തമാണ്. ഇന്ത്യയിലെ കൽക്കരി കേവലം ഒരു ഇന്ധനമായി മാത്രമല്ല, വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുവായി കൂടി ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? ഊർജ്ജ സുരക്ഷയും ഇറക്കുമതികൾ കുറയ്ക്കുക എന്നതുമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 2026 ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇന്ത്യക്ക് ആവശ്യമുള്ള LNGയുടെ 50%-ലധികവും, യൂറിയയുടെ 20%-ഓളവും, അമോണിയ ഏതാണ്ട് പൂർണ്ണമായും, മെത്തനോളിന്റെ 80 മുതൽ 90% വരെയും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി പുറത്തുനിന്നുള്ള സാധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഒരു മാർഗമായാണ് കോൾ ഗ്യാസിഫിക്കേഷനെ രാജ്യം കാണുന്നത്. ഈ നയപരമായ മാറ്റങ്ങൾ കുറച്ച് വർഷങ്ങളായി നടന്നു വരുന്നതാണ്. നാഷണൽ കോൾ ഗ്യാസിഫിക്കേഷൻ മിഷൻ 2030 100 മില്യൺ ടൺ കൽക്കരി വാതകമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2022 നോൺ റെഗുലേറ്റഡ് സെക്ടർ ലിങ്കേജ് ഓപ്ഷൻ ഫ്രെയിംവർക്കിന് കീഴിൽ പ്രൊഡക്ഷൻ ഓഫ് സിൻഗ്യാസ് ലീഡിംഗ് ടു കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന പേരിൽ പ്രത്യേക സബ്സെക്ടർ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരിയുടെ കുറഞ്ഞത് 10% വാതകവൽക്കരണത്തിനായി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനായി ഉപയോഗിക്കുന്ന കൽക്കരിക്ക് 50% റവന്യൂ ഷെയർ ഇളവ് നൽകാനും സർക്കാർ തീരുമാനിച്ചു. ഇതിനായുള്ള ആദ്യത്തെ വലിയ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നത് 2024 ജനുവരിയിലാണ്. കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പദ്ധതികൾക്കായി സർക്കാർ 8500 കോടി രൂപയുടെ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് സ്കീമിന് അംഗീകാരം നൽകി. ഈ പദ്ധതി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലയും പൊതുമേഖലയും ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങൾ, ഡെമോൺസ്ട്രേഷൻ പ്രൊജക്ടുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചു. കോൾ ഗ്യാസിഫിക്കേഷൻ വെറും പോളിസി ലാംഗ്വേജിൽ നിന്ന് പ്രൊജക്ട് ഫൈനാൻസിംഗിലേക്ക് മാറുന്നു എന്നതിന്റെ ആദ്യ സൂചനയായിരുന്നു ഇത്. ഇതോടെ സ്വകാര്യ മേഖലയും സജീവമായി മുന്നോട്ട് വന്നു. 2025 ഫെബ്രുവരിയിൽ ഈ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് സ്കീമിന്റെ കാറ്റഗറി 2 കീഴിൽ തിരഞ്ഞെടുത്ത അപേക്ഷകരെ കൽക്കരി മന്ത്രാലയം പ്രഖ്യാപിച്ചു. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ്, ന്യൂ എറ ക്ലീൻ ടെക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഗ്രറ്റ എനർജി ലിമിറ്റഡ് എന്നിവരായിരുന്നു അവർ. ഈ പദ്ധതി പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാത്രമല്ല, വലിയ വ്യാവസായിക ഗ്രൂപ്പുകളെയും ആകർഷിക്കാൻ പ്രാപ്തമാണെന്നതിന്റെ തെളിവായിരുന്നു. ഭാവി പദ്ധതികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നിലവിലെ പ്രൊജക്ടുകളിൽ നിന്ന് വ്യക്തമാണ്. കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സംയുക്ത സംരംഭങ്ങൾ കൽക്കരിയിൽ നിന്ന് അമോണിയം നൈട്രേറ്റ്, കൽക്കരിയിൽ നിന്ന് സിന്തറ്റിക് നാച്ചുറൽ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിലും ഉരുക്ക് വ്യവസായത്തിനായുള്ള സിൻഗ്യാസ് അപ്ലിക്കേഷൻസിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൽക്കരി ഖനന മേഖലകളെ കെമിക്കൽസ്, വളം, സ്റ്റീൽ, ഇന്ധനം തുടങ്ങിയ വ്യാവസായിക മൂല്യ ശൃംഖലകളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ രംഗത്തെ ഏറ്റവും വലിയ നയപരമായ തീരുമാനമുണ്ടായത് 2026 മെയ് മാസത്തിലാണ്. ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് വാതകവൽക്കരണ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 37,500 കോടി രൂപയുടെ ഒരു പുതിയ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഏകദേശം 75 മില്യൺ ടൺ കൽക്കരിയും ലിഗ്നൈറ്റും വാതകമാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിലൂടെ പ്ലാന്റുകളുടെയും യന്ത്ര സാമഗ്രികളുടെയും ചിലവിന്റെ 20% വരെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ സിൻഗ്യാസ് അടിസ്ഥാനമാക്കിയുള്ള കോൾ ഗ്യാസിഫിക്കേഷൻ പ്രൊജക്ടുകൾക്കായി കൽക്കരി ലിങ്കേജ് കാലാവധി 30 വർഷം വരെ നീട്ടി നൽകുകയും ചെയ്തു. ദീർഘകാലത്തേക്ക് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇതൊരു വലിയ അനുകൂല ഘടകമാണ്. സർക്കാർ ഇപ്പോൾ കോൾ ഗ്യാസിഫിക്കേഷനെ കേവലം ഒരു ഊർജ്ജ നയമായിട്ടല്ല, മറിച്ച് ഒരു വ്യാവസായിക തന്ത്രമായാണ് അവതരിപ്പിക്കുന്നത്. വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുക, ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുക, കൽക്കരി ലഭ്യതയുള്ള പ്രദേശങ്ങളിൽ പുതിയ വ്യാവസായിക ശൃംഖലകൾ വളർത്തിയെടുക്കുക എന്നിവയാണ് ഇതിന് പിന്നിലെ ലോജിക്. എന്നാൽ ഈ പദ്ധതികളുടെ സാമ്പത്തിക ലാഭം, ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള കരാറുകൾ, സാങ്കേതിക വിദ്യയുടെ വിശ്വാസ്യത, ഇറക്കുമതി ചെയ്യുന്ന മറ്റ് സാധനങ്ങളുടെ വിപണി വില എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ബിസിനസ് സക്സസ്. എങ്കിലും ഈ പദ്ധതി വലിയ ചില ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ കൽക്കരിയിൽ ചാരത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിദേശ സാങ്കേതിക വിദ്യകൾ അതേപടി ഇവിടെ പകർത്തുവാൻ സാധിക്കില്ല.
2025 നടന്ന നീതി ആയോഗ് വർക്ക്ഷോപ്പിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ കൽക്കരിയിൽ ചാരത്തിന്റെ അളവ് 30 മുതൽ 45% വരെ വേരിയബിൾ ആയിരിക്കാം. ഇത് വലിയ സാങ്കേതിക തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സാങ്കേതിക തടസ്സങ്ങൾക്ക് പുറമെ കൽക്കരിയിൽ നിന്നുള്ള ഉയർന്ന അളവിലുള്ള ചാരത്തിന്റെ സംസ്കരണവും പ്ലാന്റുകൾക്ക് ആവശ്യമായ വലിയ തോതിലുള്ള ജലലഭ്യതയും ഗുരുതരമായ പാരിസ്ഥിതിക വെല്ലുവിളികളാണ്. കൃത്യമായ ജലസംരക്ഷണ ഉറപ്പുകളും കാര്യക്ഷമമായ കാർബൺ ക്യാപ്ചർ സാങ്കേതിക വിദ്യയും ഉറപ്പാക്കിയില്ലെങ്കിൽ ഈ നയം അന്തരീക്ഷ മലിനീകരണവും കാർബൺ എമിഷൻ വൻതോതിൽ വർദ്ധിപ്പിക്കാനും ഇടയാകും. അതുകൊണ്ട് തന്നെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ വലിയ വ്യാവസായിക തലത്തിലേക്ക് ഉയർത്തുന്നതിനും കാർബൺ ക്യാപ്ചർ, യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ് എന്നിവയുമായി ഇതിനെ സംയോജിപ്പിക്കുന്നതിനുമാണ് ആ ചർച്ചയിൽ പ്രാധാന്യം നൽകിയത്. അങ്ങനെയിരിക്കെ കോൾ ഗ്യാസിഫിക്കേഷൻ ഒരു ക്ലീൻ എനർജിയാണോ? തീർച്ചയായും അല്ല. ഇത് പല ഇറക്കുമതികളെ കുറയ്ക്കുകയും വ്യാവസായിക പുരോഗതി ഉണ്ടാക്കുകയും ചെയ്തേക്കാം. എന്നാൽ കൃത്യമായ കാർബൺ മാനേജ്മെന്റ്, ജലസംരക്ഷണത്തിന് പദ്ധതികൾ, ഉറപ്പുകൾ, വിശ്വസ്തരായ ഉപഭോക്താക്കൾ, ഇന്ത്യൻ കൽക്കരിക്ക് അനുയോജ്യമായ സാങ്കേതിക വിദ്യ ഇവയെല്ലാം ഇല്ലാതെ ഇതിന്റെ പരിസ്ഥിതി സാമ്പത്തിക വശങ്ങൾ പൂർണ്ണമാകില്ല. ഇന്ത്യക്ക് കോൾ ഗ്യാസിഫിക്കേഷൻ ചെയ്യാൻ കഴിയുമോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മറിച്ച് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ലാഭകരമായി വൻതോതിൽ ഇത് നടപ്പിലാക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നതാണ്. മലബാർ ബിസിനസ് ജേർണലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കോൾ ഗ്യാസിഫിക്കേഷനുള്ള പുഷ് ഏറെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇത് എനർജി സെക്യൂരിറ്റി, ഇൻഡസ്ട്രിയൽ പോളിസി, ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കോൾ ഗ്യാസിഫിക്കേഷൻ എന്നത് ഇനി വെറും ഒരു ചെറിയ സാങ്കേതിക പരീക്ഷണമല്ല. അത് വലിയൊരു നയപരമായ ബെറ്റാണ്. ഇതിന്റെ വിജയം പ്രഖ്യാപനങ്ങളിലല്ല, മറിച്ച് ഇതെങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കുന്നു എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്.